10 ദിവസം നീണ്ടു നിൽക്കുന്ന ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ഇന്ന് രണ്ടാം ദിവസമാണ്. കുംഭമാസത്തിലെ പൂരം നാളെ 25-നാണ് ഭക്തർ പൊങ്കാല സമർപ്പിക്കുന്നത്. 27-ന് ഉത്സവം സമാപിക്കും. ശനിയാഴ്ച രാവിലെ 8 മണിക്ക് ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തിയതോടെയാണ് ഉത്സവം ആരംഭിക്കുന്നത്. ഇന്ന് ആറ്റുകാൽ ക്ഷേത്രത്തിലും പരിസരത്തിലുമൊക്കെ അസാമാന്യമായ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. രാവിലെ മുതൽ തന്നെ അമ്മയെ ഒന്ന് കണ്ട് തൊഴാൻ വേണ്ടി പല ഭാഗത്തു നിന്നും, എനിക്ക് തോന്നുന്നു എറണാകുളത്ത് നിന്ന് വരെ ഇന്ന് ഭക്തർ ഇവിടെ എത്തുന്നുണ്ട്. പൊങ്കാലയുടെ അന്നേ ദിവസം വരാൻ സാധിക്കാത്തവരും നേരത്തെ വന്ന് ദേവിയെ കണ്ടുപോകുന്നവരുടെ കൂട്ടത്തിലുണ്ട്. പൊങ്കാലയ്ക്ക് ക്ഷേത്ര പരിസരത്ത് തന്നെ വന്ന് ഇരിക്കുന്നവരും വരുന്നുണ്ട്. ഇന്നൊരു ഞായറാഴ്ച കൂടി ആയതുകൊണ്ടാകാം ഇത്രയധികം തിരക്ക് അനുഭവപ്പെടുന്നത് എന്നാണ് ക്ഷേത്രം ജീവനക്കാർ പറയുന്നത്. പലതരത്തിലുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെ കൊച്ചു കുഞ്ഞുങ്ങളെ ഒക്കത്തെടുത്ത് അച്ഛനും അമ്മമാരും മണിക്കൂറുകളോളം ക്യൂ നിന്നാണ് ഇന്ന് ആറ്റുകാലമ്മയെ ഒരു നോക്ക് കാണാനായി ഇവിടെ കാത്തു നിൽക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗത്ത് വരുന്ന ഭക്തർക്ക് ദാഹജലം നൽകുന്നുണ്ട്. ഇത് സത്യസായി സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ഇവിടെ ദാഹജലം വിതരണം ചെയ്യുന്നത്. കൂട്ടത്തിൽ കലാപരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇന്ന് തന്നെ രാവിലെ സത്യസായി സേവാ സമിതിയുടെ നേതൃത്വത്തിൽ സഹസ്രനാമാർച്ചന, വനിതകളുടെ സഹസ്രനാമാർച്ചന ക്ഷേത്രത്തിൽ നടക്കുകയുണ്ടായി. കുട്ടികളുടെ കലാപരിപാടികൾ, ഭക്തിഗാനസുധ, അങ്ങനെ ഒരുപാട് കലാപരിപാടികളൊക്കെയായി ക്ഷേത്ര പരിസരം അക്ഷരാർത്ഥത്തിൽ ദേവീ ചൈതന്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. മണ്ണ് വാരിയിടാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിലാണ് ഇന്നത്തെ അഭൂതപൂർവമായ തിരക്ക്. എന്തായാലും ഉത്സവവും ഞായറാഴ്ചയും കൂടി ഒന്നിച്ചു വന്നതുകൊണ്ട് തന്നെയാകാം കടുത്ത ചൂടിനെ പോലും, കുംഭമാസത്തിലെ കടുത്ത ചൂടിനെ പോലും വകവയ്ക്കാതെ ജനങ്ങൾ നഗ്നപാതരായി ഇവിടെ നിൽക്കുന്നത്. ദേവിയെ കാണാൻ നിൽക്കുന്നിടത്ത് വെയിലൊന്നും ഇല്ല. ശരിക്കും മേൽക്കൂര ഉണ്ട്. മേൽക്കൂര മറച്ച സ്ഥലത്ത് തന്നെയാണ് എല്ലാവരും ക്യൂ നിൽക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇവർക്ക് എപ്പോഴാണ് ദേവിയെ കാണാൻ സാധിക്കുന്നത് എന്ന ഒരു ഐഡിയ ഇല്ലാതെ നിരയായി ഇവർ ക്യൂ നിൽക്കുന്നുണ്ട്. ദൂരെ നിന്നെത്തിയ ധാരാളം അമ്മമാരും കുഞ്ഞുങ്ങളുമൊക്കെ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളുമൊക്കെ അങ്ങോട്ട് പോകുമ്പോഴേക്കും ആറ്റുകാൽ പൊങ്കാലയുടെ തിരക്ക് കൂടുക തന്നെ ചെയ്യും. ആറ്റുകാൽ പൊങ്കാല സമയത്ത് വരാൻ പറ്റാത്തവരാണ് പലപ്പോഴും നേരത്തെ വന്ന് ദേവിയെ കണ്ട് തൊഴുതു പോകുന്നത്. തന്നെ ഈ പരിസരത്തുള്ളവർ എന്നും ദേവിയെ കാണണമെന്ന് ആഗ്രഹമുള്ളവരും ഉത്സവത്തിൻ്റെ എല്ലാ ദിവസവും അമ്മയുടെ അടുത്ത് എത്തണമെന്ന് നിർബന്ധമുള്ളവരും ഒക്കെ വന്ന് ക്യൂ നിന്ന് തന്നെ അമ്മയെ കണ്ടു പോകുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇവിടെ അന്നദാനമുണ്ട്. ഈ ദിവസങ്ങളിൽ അമ്മയുടെ പ്രസാദം കഴിക്കണം, അതൊരു നിർബന്ധമാണ്. ഉത്സവ സമയത്ത് എല്ലായ്പ്പോഴും ആ പൊങ്കാല പ്രസാദം കഴിച്ചിരിക്കണം. അതൊരു വലിയ ഭാഗ്യമായി കരുതുന്ന ആൾക്കാർ ഇവിടെ രാവിലെ വന്ന് തൊഴുതതിന് ശേഷം ചിലപ്പോൾ 3-4 മണിക്കൂർ കാത്തിരുന്നാലേ അന്നദാനം കിട്ടുകയുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും കാത്തിരിക്കുന്ന കാഴ്ചകളും കാണാമായിരുന്നു. അതായത് എങ്ങനെ വന്നാലും എത്ര താമസിച്ചാലും ആ പ്രസാദം ഒന്ന് കഴിക്കാൻ ആഗ്രഹിച്ച് എത്തിയതാണ്. അതുകൊണ്ട് ഇത് കഴിച്ചിട്ടേ പോകൂ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവരെയും നമുക്ക് കാണാൻ സാധിച്ചു. അത്രമാത്രം രുചികരമായ അമ്മയുടെ പ്രസാദം, അമ്മയുടെ ആ അന്നം ഭക്ഷിച്ചു കഴിഞ്ഞാൽ അത് ഒരു ഐശ്വര്യമായി കരുതുന്നവരെയാണ് ഇവിടെ കാണാൻ സാധിച്ചത്. തന്നെയുമല്ല, ഈ പൊങ്കാല സമയത്ത് പൊങ്കാലയ്ക്ക് നേർച്ചയുള്ള ആൾക്കാർ, അവർ പറഞ്ഞ ആഗ്രഹങ്ങൾ സാധിച്ചതുകൊണ്ട് പൊങ്കാല നേർച്ചയുള്ളവരും നേരത്തെ വന്ന് സ്ഥലമൊക്കെ കണ്ടുവച്ച് പോകുന്നവരുമൊക്കെ ഈ കൂട്ടത്തിലുണ്ട്.